നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവർക്ക് കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി. തൃശൂർ സ്വദേശി ബിനോയ് തോമസ്, കൊല്ലം സ്വദേശി സുമേഷ്, തിരൂർ സ്വദേശി നൂഹ്, പത്തനംതിട്ട സ്വദേശി മുരളീധരൻ, കൊല്ലം സ്വദേശി ഷമീർ, മലപ്പുറം സ്വദേശി ബാഹുലേഹൻ, നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു, ഇടവ സ്വദേശി ശ്രീജേഷ്, കണ്ണൂർ സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, പയ്യന്നൂർ സ്വദേശി നിതിൻ, ചെർക്കള സ്വദേശി രഞ്ജിത്ത്, തൃക്കരിപ്പൂർ സ്വദേശി കേളു എന്നിവരുടെ സംസ്കാരം ഇന്നലെ പൂർത്തിയായി. അന്ത്യാഞ്ജലി അർപ്പിക്കാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും നൂറുകണക്കിന് ആളുകളാണ് ഓരോ വീടുകളിലും എത്തിച്ചേർന്നത്. കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ്, പുനല്ലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയം സ്വദേശികളായ സ്റ്റെഫിൻ, ഷിബു, ശ്രീഹരി എന്നിവരുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഷിബു വർഗീസിൻ്റെയും ശ്രീഹരി പ്രദീപിൻ്റെയും സംസ്കാരം നാളെയും സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ സംസ്കാരം തിങ്കളാഴ്ചയുമാണ് നടക്കുക. ഇന്നലെ രാവിലെ 10:25 മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ വിമാനം കുവൈത്തിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അന്ത്യോപചാരത്തിനും പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറിനും ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മുഴുവൻ ആംബുലൻസുകളും മരിച്ചവരുടെ ജന്മനാടുകളിലേക്ക് യാത്രയായത്. വീടെന്ന സ്വപ്നം ബാക്കി വെച്ച് പോയ കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഒരാഴ്ച മുമ്പാണ് ബിനോയ് തോമസ് ജോലി തേടി കുവൈത്തിലേക്ക് പോയത്. പ്രമുഖ കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കവേ മന്ത്രി വീണ ജോർജിന് കുവൈത്തിൽ പോകാൻ അനുമതി നിഷേധിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് ഔചിത്യമില്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നാടിൻ്റെ സംസ്കാരമാണ് അത്തരത്തിൽ പോകുക എന്നത്. മരിച്ച വീട്ടിൽ പോകുന്നത് ആശ്വസിപ്പിക്കാനാണ്. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ടും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ വ്യവസായിയും നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി ലോക കേരള സഭയിൽ പങ്കെടുക്കില്ല. കുവൈത്ത് ദുരന്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര വേണ്ടെന്ന് വയ്ക്കുന്നതെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. കുവൈത്തിൽ മരിച്ച പ്രവാസി ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ വീതം സഹായധനം നൽകണമെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കേരള സർക്കാരും മരിച്ചവരുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് സഹായധനം വർദ്ധിപ്പിക്കണം. കേരളത്തിൽ നിന്നുള്ള MP മാർ ഒരുമിച്ച് പ്രധാനമന്ത്രിയെ കണ്ട് ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞ അദ്ദേഹം ഈ കാര്യത്തിൽ ആവശ്യമെങ്കിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണുമെന്നും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന തീരുമാനവും ഔദ്യോഗിക പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും. വയനാട്ടിൽ രാഹുലിൻ്റെ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ദേശീയ നേതാക്കൾക്കിടയിലും ശക്തമായി. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണമെന്ന പ്രമേയം കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിലും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി മനസ്സ് തുറന്നിട്ടില്ല. വയനാട്ടിലും റായ്ബറേലിയിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം വരുമെന്ന രാഹുലിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. CPM-ന്റെ കൊലപാതക കൊട്ടേഷൻ സംഘം പോലെയാണ് സൈബർ ലോകത്തിൽ പോരാളി ഷാജിയും കൂട്ടരുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. UDF നേതാക്കളെ സൈബർ ലോകത്ത് വളഞ്ഞിട്ട് ആക്രമിക്കാൻ പോറ്റി വളർത്തിയ പോരാളി ഷാജിമാരെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം അവരുടെ തലയിൽ കെട്ടിവെച്ച് മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും രക്ഷപ്പെടാനാണെന്നും അദ്ദേഹം പറഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ മലബാറിൽ മാത്രമായി പ്രത്യേക ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഇന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് KSU നേതാക്കൾ പറഞ്ഞു. തെക്കൻ ജില്ലകളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവുള്ള +1 ബാച്ചുകൾ ആവശ്യക്കാർ ഏറെയുള്ള മലബാറിലേക്ക് സ്ഥിരമായി മാറ്റണമെന്ന MSFന്റെ ആവശ്യത്തോട് KSUവിന് യോജിപ്പില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. മലബാറിൽ പ്രത്യേകമായി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് KSUവിൻ്റെ ആവശ്യം. ആലപ്പുഴ ജില്ലയിലെ വളർത്തു പക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. പക്ഷിപ്പനി സംശയിക്കുന്നതും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതുമായ മേഖലകളായ കൈനക്കരി, ആര്യാട്, മാരാരിക്കുളം, തെക്ക് ചേർത്തല, തെക്ക് കഞ്ഞിക്കുഴി, മുഹമ്മ, തണ്ണീർമുക്കം, ചേർത്തല മുനിസിപ്പാലിറ്റി, മണ്ണഞ്ചേരി, മാരാരിക്കുളം, വടക്ക് പട്ടണക്കാട്, വയലാർ, ചേന്നപ്പള്ളിപ്പുറം, കടക്കരപ്പള്ളി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ പുന്നമട, കരളകം, പുന്തോപ്പ്, കൊറ്റംകുളങ്ങര, കറുകയിൽ, കളാത്ത് ആശ്രമം, കൊമ്മാടി, തുമ്പോടി എന്നീ വാർഡുകളിലുമാണ് നിരോധനം.
JDS നേതാവ് HD കുമാരസ്വാമി NDA സർക്കാരിൽ മന്ത്രിയായതോടെ ഉടൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ കേരള JDSനോട് അന്ത്യശാസനം നൽകി CPM. കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാരിലും കേരളത്തിൽ ഇടതു സർക്കാരിലും ഒരുപോലെ കക്ഷിയായി തുടരുന്ന പാർട്ടിയാണ് നിലവിൽ JDS. കേരള JDS തുടർ നടപടി സ്വീകരിക്കാൻ 18-ന് നേതൃത്വ യോഗം വിളിച്ചു. ബാർ കോഴ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമില്ലാത്ത തലത്തിലേക്ക് അന്വേഷണം മാറ്റുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാതെ തൻ്റെ മകനെ ബാർ കോഴയിൽ പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. 16-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. 17-ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് അലർട്ട്. അരളിപ്പൂവ് കഴിച്ചെന്ന സംശയത്തിൽ എറണാകുളം ജില്ലയിലെ കടയിരിപ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ 2 9-ാം ക്ലാസ് വിദ്യാർത്ഥികളെ കോലഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. ഇന്നലെ രാവിലെ ക്ലാസ്സിൽ വെച്ച് തലവേദനയും ഛർദിയും ഉണ്ടായതോടെ ഇരുവരെയും കടയിരിപ്പ് CHCയിൽ എത്തിച്ച് പരിശോധിച്ചിരുന്നു. വീട്ടിൽ നിന്നും വരുന്ന വഴി അരളിപ്പൂവ് കഴിച്ചുവെന്ന് കുട്ടികളാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. 24 മണിക്കൂർ കർശന നിരീക്ഷണത്തിന് ശേഷം തുടർ ചികിത്സാ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം. കൊച്ചി മെട്രോ നാടിന് സമർപ്പിച്ചിട്ട് ഈ ജൂൺ 17-ന് 7 വർഷം പൂർത്തിയാകുന്നു. കൊച്ചി മെട്രോ നാടിന് സമർപ്പിക്കപ്പെട്ട ജൂൺ 17 കേരള മെട്രോ ഡേ ആയി ആചരിച്ചു വരികയാണ്. 2024 ഏപ്രിൽ 25-ന് കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പിന്നിട്ടിരുന്നു. കൊച്ചി വാട്ടർ മെട്രോയുടെ 1-ാം വാർഷികാഘോഷവും കേരള വാട്ടർ മെട്രോ ദിനവും ജൂൺ 17-ന് ആചരിക്കുകയാണ്. BJPയെ സഹായിക്കുന്ന പ്രവൃത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ED ചെയ്തതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കരുവന്നൂർ കേസിൽ EDയെ ഉപയോഗിച്ച് CPMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. തൃശ്ശൂരിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വോട്ടുകൾ വമ്പിച്ച രീതിയിൽ BJPക്ക് പോയിട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. കദളിക്കുലയും പണക്കിഴിയും സമർപ്പിച്ചായിരുന്നു ദർശനം. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ഗുരുവായൂരിലെത്തുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.